അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഖുർആൻ പരിഭാഷയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോയിൽ ഇത്രയും വീഡിയോകളൊക്കെ ചാനലിൽ വന്നിട്ടും ചിലർ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും സൂറത്തിൻ്റെ ഒരർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് ചിലർ കമൻ്റ് ചെയ്തതായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് സൂറത്തുൽ അഅ്ല എന്ന് പറയുന്ന സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ്. സൂറത്തുൽ അഅ്ല എന്ന് പറയുന്ന സൂറത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ വെള്ളിയാഴ്ച പള്ളിയിൽ ഇമാമ് ജുമുഅ നിസ്കാരത്തിൽ അധിക പള്ളികളിൽ ഓതുന്നത് ഈ സൂറത്തുൽ അഅ്ല എന്ന് പറയുന്ന സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് തുടങ്ങുന്ന ഈ സൂറത്തായിരിക്കും. അതുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. നിങ്ങളുടെ മേലെയായ രക്ഷിതാവിൻ്റെ പേരിനെ നിങ്ങൾ വാഴ്ത്തണം. അള്ളാഹുവിൻ്റെ നാമം നിങ്ങൾ പരിശുദ്ധമാക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. പിന്നീട് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അല്ലദീ ഖലഖ വസവ്വ. സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനായ അള്ളാഹു. വല്ലദീ ഖദ്ദറ ഫഹദ. വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗദർശനം നൽകിയവനായ അള്ളാഹു. വല്ലദീ അഖ്റജൽ മർഅ. ചെടികളെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചവനായ അള്ളാഹു. ഫജഅലഹു ഖുസാഅൻ അഹ്വ. എന്നിട്ട് ആ ചെടികളെ ഇരുണ്ട ചാരനിറമുള്ള ചവറാക്കി തീർത്തവനുമായ അള്ളാഹു. അങ്ങനെയുള്ള താങ്കളുടെ അത്യുന്നതനായ നാഥൻ്റെ നാമം പരിശുദ്ധമാക്കിക്കൊള്ളുക എന്നാണ് ഈ വചനത്തിലൂടെ, അല്ലെങ്കിൽ ഈ 1 മുതൽ 5 വരെ കൂടിയ വചനങ്ങളിലൂടെ അള്ളാഹു നബിയോട് ആവശ്യപ്പെടുന്നത്. നബിയോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നബിയെ വിശ്വസിക്കുന്ന സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും അത് ബാധകമാണ്. 6-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ് വരുന്നത്. സനുക്രിയുക ഫലാ തൻസാ. താങ്കൾക്ക് നാം ഓതിത്തരും, അപ്പോൾ താങ്കൾ മറക്കുകയില്ല. ഇല്ലാ മാഷാ അല്ലാഹ് ഇന്നഹു യഅ്ലമുൽ ജഹ്റ വമാ യഖ്ഫാ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നു. വനുയസ്സിറുക ലിൽ യുസ്റാ. കൂടുതൽ എളുപ്പമായതിന് താങ്കൾക്കു നാം സൗകര്യപ്പെടുത്തി തരുന്നതാണ്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ. അതുകൊണ്ട് താങ്കൾ ഉപദേശിച്ചു കൊള്ളുക. ഉപദേശം ഫലപ്രദമാകുമ്പോൾ സയദ്ദക്കറു മൻ യഖ്ശാ. ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിക്കുന്നതാണ്. വയതജന്നബുഹൽ അഷ്കാ അല്ലദീ യസ്ലൻ നാറൽ കുബ്രാ. ഏറ്റവും വലിയ അഗ്നിയിൽ പ്രവേശിക്കുന്ന മഹാനിർഭാഗ്യവാൻ അതിനെ, അതായത് ഉപദേശത്തെ തള്ളിക്കളയും. ഇതാണ് 11, 12 വചനങ്ങൾ. വയതജന്നബുഹൽ അഷ്കല്ലദീ യസ്ലൻ നാറൽ കുബ്രാ. ഈ വചനങ്ങളുടെ ആശയം.
സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ആ നരകത്തിലെത്തിയാലേ അവിടെ വെച്ചവൻ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. ഉപദേശിക്കുക എന്നത് എല്ലാ വിശ്വാസിയുടെയും പ്രത്യേകം മുസ്ലിമിൻ്റെയും കടമയാണ്. ഉപദേശിക്കലും ഉത്ബോധനം നടത്തലും അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നതും അതുതന്നെയാണ്. ഇവിടെ പറയുന്നത് നബിയോടാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഉപദേശം ഫലം ചെയ്യുകയുള്ളൂ. ഈ മഹാനിർഭാഗ്യവാന്മാരായ ചിലരുണ്ട്, അവർ ഉപദേശത്തെ അവഗണിച്ച് കളയുമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അവരെ ബാധിക്കുന്ന നിർഭാഗ്യമെന്നും ഈ ആയത്തിലൂടെ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. എന്താ? കഠിനമായ നരകാഗ്നിയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മരണവുമില്ല, ശരിയായ ജീവിതവുമില്ല, ശാശ്വതമായ കൊടും യാതനകൾ മാത്രമാണ് അവർക്കുണ്ടാവുക. ഖദ് അഫ്ലഹ മൻ തദക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഇതാണ് 14 15 ആയത്തുകൾ. എന്തതിൻ്റെ അർത്ഥം? ഖദ് അഫ്ലഹ മൻ തദക്കാ, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല, തൻ്റെ നാഥൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്തവനാണവൻ, അവൻ വിജയിക്കുക തന്നെ ചെയ്തു. ഇത് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും നാം, അതായത് നബിയോട് പറഞ്ഞെങ്കിലും നബി അങ്ങനെ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും എന്നെന്നും അവശേഷിക്കുന്നതുമാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ, തീർച്ചയായും ഇത് പൂർവീക ഏടുകളിൽ, അതായത് ഇബ്രാഹീമിൻ്റെയും മൂസായുടെയും ഏടുകളിൽ ഉള്ളതാകുന്നു. ഈ അർത്ഥം വരുന്ന 18 19 വചനങ്ങളോടുകൂടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. ആരാണ് ഭാഗ്യവാന്മാരെന്നും ആരാണ് നിർഭാഗ്യവാന്മാരെന്നും നേരത്തെ പറഞ്ഞു. വിജയത്തിൻ്റെ മാർഗം എന്താണെന്നും പറഞ്ഞു. ആളുകൾക്ക് പിണഞ്ഞ ആപത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു. ഉത്തമവും ശാശ്വതവുമായ പരലോക ജീവിതത്തേക്കാൾ ക്ഷണികവും നിസ്സാരവുമായ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയതാണ് എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനം. ഐഹിക ജീവിതം നശ്വരവും പരലോക ജീവിതം ശാശ്വതവുമാണെന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ടുപിടുത്തമല്ല, ഈ ഖുർആനിൽ മാത്രം ഉള്ളതുമല്ല, ഇബ്രാഹിം നബിയും മൂസാ നബിയും പ്രബോധനം ചെയ്ത ഏടുകളിൽ പോലും ഉള്ളതാണ് എന്നാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി മുതൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ, ഈ സൂറത്തിൻ്റെ പകുതിയോളം പതുക്കെ ഓതിയ ശേഷം ഈ ഖദ് അഫ്ലഹ മൻ തദക്കാ മുതലാണ് സാധാരണ ഇമാമുമാർ ഒച്ചത്തിൽ ഓതുന്നത് കേൾക്കാറുള്ളത്. അപ്പോഴും ഈ സൂറത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലേക്ക് വരികയാണെങ്കിൽ വളരെ ഉപകാരം ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക സൂറത്തിൻ്റെ ഇതേപോലെ അർത്ഥവും ആശയവും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് പ്രത്യേകമായി ചെയ്തു തരുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.